സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെമ്മോ. കേസ് ഓട്ടോ പൂർണ്ണപരാജയമെന്നായിരുന്നു ഡോക്ടർ മോഹൻദാസിന്റെ വിമർശനം. സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്ന മെമ്മോയ്ക്ക് മറുപടിയായി ഡോക്ടർ മോഹൻദാസ് മറുപടി നൽകി. വിവരങ്ങളുമായി ഗൂഗിൾനാഥാണ് ചേരുന്നത്. ഗൂഗിൾ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഡോക്ടർ മോഹൻദാസിന് ലഭിച്ച മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഡോക്ടർ മോഹൻദാസ് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? റോഷ്നി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ കടന്നതാണ് എന്തായാലും ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളും പിന്നീട് ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തുവെന്നുള്ളതും. അത്തരത്തിൽ തന്നെയാണ് വീണ്ടും ഒരു ഡോക്ടർ കൂടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. കേസ് ഓട്ടോ സംസ്ഥാന സർക്കാരിന്റെ വലിയ പദ്ധതിയാണ്. ആ പദ്ധതി മുൻപ് മൃതസഞ്ജീവനി എന്ന പേരിൽ അറിയപ്പെട്ട പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു. ഇതിൽ ഈ മരണാനന്തര ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി വലിയ പരാജയം എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ മോഹൻദാസ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ ഇത്തരത്തിൽ മെമ്മോ ഡോക്ടർക്ക് നൽകുകയും ചെയ്തെന്നുള്ളതാണ്. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസ് ഓട്ടോ പൂർണ്ണമായും പരാജയം തന്നെയാണെന്നുള്ളതാണ് സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ പൂർണ്ണ തോതിൽ നടക്കുന്നില്ല. പല ശസ്ത്രക്രിയകളും പരാജയമാണ്. ഈ പല ശസ്ത്രക്രിയകളും ഇത്തരത്തിൽ തന്നെ ഈ കേസ് ഓട്ടോയ്ക്ക് അടിയിലല്ല നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഡോക്ടർ തന്നെ എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂറോളജി മേധാവിയായിരുന്ന ഡോക്ടർ വേണുഗോപാലിന്റെ നിര്യാണത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി അനുശോചനവുമായി ബന്ധപ്പെട്ട് എഴുതിയ പോസ്റ്റാണ് ഇത്തരത്തിൽ ആക്ഷേപം നിലവിൽ ഉള്ളതെന്നുള്ളതാണ്. എന്തായാലും ഈ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനെതിരെയും സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ തന്നെ പോസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. യൂറോളജി മേധാവിയായിരുന്ന ഡോക്ടർ വേണുഗോപാലും നെഫ്രോളജി മേധാവിയായ ഡോക്ടർ കെ രാംദാസ് പിഷാരടിയുമാണ് ഈ കേസ് ഓട്ടോയെ കൂടുതൽ ജനകീയമാക്കുന്നതും മൃതസഞ്ജീവനിയെ കൂടുതൽ ജനകീയമാക്കുന്നതും. അത്തരത്തിലാണ് കൂടുതൽ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം നടന്നത്. എന്നാൽ ഇപ്പോൾ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ ഇല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെയും ആരോപണമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കൃത്യമായ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. പല ശസ്ത്രക്രിയകളും നടക്കുന്നത് കേസ് ഓട്ടോ പദ്ധതിയുടെ കീഴിലല്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഡോക്ടർ ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും കേസ് ഓട്ടോയുടെ പങ്കാളിത്തമില്ലാതെ മുൻപോട്ട് പോകുന്നത് അടുത്തിടെ മെഡിക്കൽ കോളേജിൽ വൃക്കമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചില സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ഡോക്ടർ മുൻപ് ഇട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഈ മാസങ്ങളിലായി നടന്നിട്ടുള്ള 4 വൃക്കദാന ശസ്ത്രക്രിയകൾ നടന്നിട്ടുള്ളതും കേസ് ഓട്ടോയുടെ കീഴിലല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും ഈ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നുള്ള തരത്തിലേക്ക് സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ പോസ്റ്റ് ഇട്ടതോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈമറിഞ്ഞു പോകുന്നതെന്നുള്ളതാണ്. അതേ തുടർന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ ഡോക്ടർ ഗൂഗിൾനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.